കേരളത്തിലെ സ്ത്രീജനങ്ങൾക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഇതാ ഒരു വലിയൊരു സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യമായി യാത്ര ചെയ്യാം. സംസ്ഥാന സർക്കാരിന്റെ നൂതനമായ ഈ ജനക്ഷേമ പദ്ധതി പ്രിയദർശിനി എന്ന പേരിൽ അറിയപ്പെടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ട്രാൻസ്ജെൻഡേഴ്സിനും ഈ പദ്ധതിയിലൂടെ സൗജന്യ യാത്രാ ആനുകൂല്യം ലഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഈ ചരിത്രപരമായ ജനക്ഷേമ പദ്ധതിയുടെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയത്. സാധാരണക്കാരായ യാത്രക്കാരെ സാങ്കേതികമായ യാതൊരുവിധ നിബന്ധനകളിലും കുടുക്കാതെ തികച്ചും ലളിതമായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി യാതൊരുവിധ നിബന്ധനകളും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നില്ല. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നത് സ്ത്രീകളുടെ പ്രായമോ അവരുടെ മാസവരുമാനമോ ഒന്നും തന്നെ ഒരു മാനദണ്ഡമാക്കിയല്ല. ഇത് മുഖ്യമന്ത്രി പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ധനികരെന്നോ ദരിദ്രരെന്നോ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ജൂൺ 15 മുതൽ ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. ഇത്രയും വലിയൊരു ജനകീയ പ്രഖ്യാപനം നടത്തുമ്പോൾ സംസ്ഥാന ഖജനാവിനുണ്ടാകുന്ന ചിലവും ചെറുതല്ല. ഈ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 800 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ തുക നീക്കിവെക്കാൻ സർക്കാർ തയ്യാറാവുകയായിരുന്നു. നിലവിൽ നഷ്ടത്തിലോടുന്ന KSRTCക്ക് ഈ പദ്ധതി കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു. സൗജന്യ യാത്ര അനുവദിക്കുന്നത് വഴി KSRTCക്ക് ഉണ്ടാകുന്ന മുഴുവൻ സാമ്പത്തിക നഷ്ടവും സർക്കാർ നേരിട്ട് ഫണ്ട് നൽകി നികത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇതുകൂടാതെ ഓർഡിനറി ബസ്സുകളിലേക്ക് കൂടുതൽ സ്ത്രീ യാത്രക്കാർ എത്തുന്നതോടെ KSRTCയുടെ ജനപ്രീതി വർദ്ധിക്കുമെന്നും പൊതുഗതാഗത സംവിധാനം കൂടുതൽ സജീവമാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഈ ജനകീയ പ്രഖ്യാപനത്തിൽ കേവലം ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദശാബ്ദങ്ങളായി സമൂഹത്തിൽ വിവേചനങ്ങൾ നേരിടുന്നതും പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ മറ്റൊരു വിഭാഗത്തെ കൂടി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ VD സതീശൻ സർക്കാർ ചെയ്തിരിക്കുന്നത്. യാത്രാ ആനുകൂല്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഉൾപ്പെടുത്തൽ ഉണ്ടാകുന്നത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും പൂർണ്ണ സൗജന്യ യാത്ര നൽകാൻ സർക്കാർ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുണ്ട്. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനും ലിംഗസമത്വത്തിലേക്ക് നാടിനെ നയിക്കുന്നതിനും ഈ തീരുമാനം വലിയൊരു വിപ്ലവമായി മാറും. സാമ്പത്തിക സ്വാതന്ത്ര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ജീവനോപാധികളെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പലപ്പോഴും ഉയർന്ന യാത്രാ ചെലവുകൾ കാരണം ജോലി ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന നിരവധി ട്രാൻസ്ജെൻഡറുകൾ നമ്മളുടെ ഇടയിലുണ്ട്. പുതിയ പ്രിയദർശിനി പദ്ധതിയിലൂടെ അവർക്കും യാത്രാ സൗജന്യങ്ങൾ ലഭിക്കുന്നതോടെ കൂടുതൽ ആളുകൾ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാൻ ധൈര്യവും പ്രചോദനവും ലഭിക്കും. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വലിയൊരു മാതൃകയാണ് ഈ തീരുമാനത്തിലൂടെ കേരളം കാട്ടിക്കൊടുക്കുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തെ കേവലം സഹതാപത്തോടെ നോക്കി കാണാതെ അവർക്കും സമൂഹത്തിൽ തുല്യ അവകാശങ്ങളും അന്തസ്സും ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ ഉത്തരവ്. യാതൊരുവിധ വിവേചനങ്ങളും ഇല്ലാതെ പൊതുഗതാഗത സംവിധാനം എല്ലാവർക്കും തുല്യമായി ലഭ്യമാക്കുക വഴി സാമൂഹിക നവീകരണത്തിനാണ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. KSRTC പ്രഖ്യാപനത്തിന് പുറമെ സംസ്ഥാനത്ത് കത്തുന്ന മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിലും മുഖ്യമന്ത്രി VD സതീശൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തോൽവികളെ കുറിച്ചുള്ള ചോദ്യത്തിന് CPMനെ തോൽപ്പിക്കാൻ എളുപ്പമാണെന്നും എന്നാൽ തോറ്റുന്ന അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് പ്രയാസമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഒപ്പം രക്ഷാപ്രവർത്തന കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകി കോടതി വിധി സർക്കാർ പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെയുള്ള ED അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് EDയുടെ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും സംസ്ഥാനത്ത് റെയ്ഡ് നടത്തുന്നതിൽ സർക്കാരിന് റോളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ED ആരെങ്കിലും ആക്രമിക്കാൻ മുതിർന്നാൽ പോലീസ് കർശനമായും ഇടപെടും. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കുലർ സർക്കാർ വീണ്ടും പരിശോധിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രിയദർശിനി പദ്ധതി KSRTC ഓർഡിനറി ബസ്സുകളിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും 800 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഈ ജനകീയ നീക്കം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും.